പരമാവധി സ്പീഡിൽ ചെയ്യണം. ഈ പറഞ്ഞ പോലെ ഒരു ഡിസംബറിലെങ്കിലും നമുക്ക് പണി തുടങ്ങാനുള്ള കേസ് ആയിട്ടൊരു TS വേണം, ടെൻഡർ വേണം. നടപടി 3 കോടി കൂടി നമ്മൾ കൊടുത്തു. 13 ഈ വർഷത്തെ നമ്മുടെ 5 കോടിയിൽ നിന്ന് അന്ന് എമൗണ്ട് പറഞ്ഞത് 12.5 കോടിയാണ്. അപ്പം 3 കോടി കൊടുത്തു. ഈ വ്യത്യാസം കൊണ്ട് ഇനി പ്രശ്നമാവില്ല. പണി തുടങ്ങാൻ 5 കോടി രൂപയാണ് ഈ പാലത്തിന് വേണ്ടി. റോഡിനും അതുപോലുള്ള ഒരു സംഖ്യ വെച്ചു. റോഡ് നമ്മുടെ ആദ്യത്തെ റബ്ബറൈസ്ഡ് ഗ്രാമീണ റോഡായിട്ട് റോഡിൻ്റെ പണി അന്ന് പൂർത്തിയായി. അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വന്ന് 2015 അത് ഉദ്ഘാടനം ചെയ്ത് നമ്മൾ ഓർക്കുന്നു. പക്ഷെ അന്നുണ്ടായിരുന്നൊരു പ്രശ്നം, ഈ ഭൂ ഉടമകളിൽ നിന്നുള്ള കൺസെൻറ്റ് കിട്ടിയിട്ടേ പാലത്തിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങാൻ പറ്റും. അപ്പോൾ 15-16 പീരീഡിൽ അത് കിട്ടിയിരുന്നില്ല. പിന്നീട് ഒരു 17 ആകുമ്പോഴാണ്, അപ്പോഴേക്ക് പിന്നീട് ഗവൺമെൻറ് മാറി. പിന്നീട് വന്ന ഗവൺമെൻറ് കിഫ്ബി ഈ പദ്ധതി 8.5 കോടി രൂപക്ക് ഉൾപ്പെടുത്തി. ഒന്നാം പിണറായി സർക്കാർ കിഫ്ബിയിൽ 8.5 കോടി രൂപക്ക് ഉൾപ്പെടുത്തി. ആ സമയത്താണ് അന്ന് പഞ്ചായത്തിൻ്റെ പ്രതിനിധിയെ റഷീദും മറ്റൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ സ്ഥല ഉടമകളുമായി നിരന്തരം സംസാരിച്ചു. അവരെല്ലാവരും അതിന് ബില്ലിങ്ങായി. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങൾ കഴിഞ്ഞ് അവർ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ ഈ ഭൂ ഉടമകളൊക്കെ വളരെ